PSCക്കെതിരെ പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന ആരോപണങ്ങളാണ്. അതെല്ലാം പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. പരിശോധനയും അന്വേഷണവും നടക്കാതെ ഒന്നും പറയാനാകില്ല. പരീക്ഷയിൽ മാർക്ക് കൂട്ടിക്കൊടുത്തോ എന്ന് പരിശോധിക്കും. PSCയിലെ ക്രമക്കേടുകൾ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുമെന്നും മുഖ്യമന്ത്രി. പബ്ലിക് സർവീസ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ഗുരുതരമായ ആരോപണങ്ങളാണ്, ഞെട്ടിക്കുന്ന ആരോപണങ്ങളാണ് പുറത്തു വരുന്നത്. പരീക്ഷ സംബന്ധിച്ച ക്രമക്കേടുകളെക്കുറിച്ച് അതിൻ്റെ പരാതിയും മറ്റു കാര്യങ്ങളും ലഭ്യമായതനുസരിച്ച് ക്രൈംബ്രാഞ്ച് ഈ ക്രമക്കേടുകളെക്കുറിച്ച് അന്വേഷിക്കാൻ തീരുമാനമെടുത്തിട്ടുണ്ട്. PSCക്ക് വന്നിട്ടുള്ള PSC എല്ലാവരുടെയും പ്രതീക്ഷയും എല്ലാവരുടെയും സ്വപ്നമാണ്. അവരുടെ ഈ ചോദ്യങ്ങളിൽ നടക്കുന്ന ക്രമക്കേടുകൾ, ചോദ്യം തയ്യാറാക്കുന്നതിൽ നടക്കുന്ന ക്രമക്കേടുകൾ, മാർക്കിടുന്നതിൽ നടത്തിയ ക്രമക്കേടുകൾ, ഇങ്ങനെ ഒരുപാട് ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് KS പരീക്ഷയെക്കുറിച്ചുള്ള ഗുരുതരമായ ആരോപണങ്ങൾ വന്നു. അതെല്ലാം പരിശോധിക്കട്ടെ. നമ്മൾ ഒരു പരിശോധനയും അന്വേഷണവും നടക്കാതെ ഞങ്ങളൊരു കൺക്ലൂഷനിലെത്തുന്നത് ശരിയല്ല. നമ്മളൊരു സ്ഥാപനത്തിൻ്റെ വിശ്വാസം നശിപ്പിക്കാൻ വേണ്ടി നമ്മളൊന്നും ചെയ്യും. പക്ഷേ അന്വേഷിക്കും. കാരണം അന്വേഷിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. ഇവിടെ പല ഇൻ്റർവ്യൂവും നടത്തിയിരിക്കുന്നത് പരീക്ഷയുടെ മാർക്ക് അറിഞ്ഞിട്ട് ആ പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയവരെ, മാർക്ക് കുറഞ്ഞവരെ മറികടക്കാൻ വേണ്ടിയിട്ട് ഇൻ്റർവ്യൂവിൽ മാർക്ക് കൂട്ടിക്കൊടുത്തു എന്നുള്ള എല്ലാം ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. അതടക്കമുള്ള എല്ലാ കാര്യങ്ങളും പരിശോധിക്കും. PSCക്കെതിരെ പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന ആരോപണങ്ങളാണ് എന്നതാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പറയുന്നത്. എന്തായാലും അപർണയുണ്ട് വിവരങ്ങളുമായി. അപർണ, എന്തായാലും PSC ക്രമക്കേട് ഇനി ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുമെന്നാണ് മുഖ്യമന്ത്രി സൂചിപ്പിക്കുന്നത്. കൂടാതെ തന്നെ പുറത്തേക്ക് ഓരോ ദിവസവും വരുന്നത് ഞെട്ടിക്കുന്ന ആരോപണങ്ങളാണ് എന്ന കാര്യം കൂടി മുഖ്യമന്ത്രി കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഈ പരിശോധനയും അന്വേഷണവും നടക്കാതെ ഒന്നും പറയാനാകാത്ത സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് എന്നതാണ് വി.ഡി. സതീശൻ വ്യക്തമാക്കുന്നത്. എങ്ങനെയാണ് വിവരങ്ങൾ? PSC ആസൂത്രണ ബോർഡ് നിയമനവുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന വിവരങ്ങൾ വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നതെന്നാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. അതുമായി ബന്ധപ്പെട്ട് സമഗ്രമായ ഒരു അന്വേഷണം ഉണ്ടാകും. നിയമോപദേശത്തിന്റെ പശ്ചാത്തലത്തിൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിടാനുള്ള നീക്കത്തിലാണ് സർക്കാർ ഇപ്പോഴുള്ളത്. അതുമായി ബന്ധപ്പെട്ട് ബാക്കി ചുമതലയെല്ലാം തന്നെ ആഭ്യന്തര വകുപ്പിനാണ്. അവർ അത് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യുന്നതായിരിക്കും. അതായത് ആരെക്കൊണ്ട് ഈ കേസ് അന്വേഷിപ്പിക്കണമെന്ന കാര്യങ്ങളടക്കം ആഭ്യന്തര വകുപ്പായിരിക്കും തീരുമാനം എടുക്കുക. എന്തായാലും നിരവധി പരാതികളാണ് ഈ PSC നിയമനവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളത്. മറ്റ് നിയമനങ്ങളിലും അടക്കം ഇത്തരത്തിൽ പരിശോധന നടക്കും. സമഗ്രമായ ഒരു അന്വേഷണം ഉണ്ടാകും. PSCയുടെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. PSCയുടെ വിശ്വാസ്യത വീണ്ടെടുക്കുവാനുള്ള നടപടികൾ എന്തായാലും സ്വീകരിക്കുന്നതായിരിക്കും. സമഗ്രമായ അന്വേഷണത്തിലൂടെ നീതി നടപ്പിലാക്കുമെന്നാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിരിക്കുന്നത്. അതായത് ഉദ്യോഗാർത്ഥികൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ആശങ്കകൾ ഉണ്ടെങ്കിൽ ആശങ്കകളെല്ലാം തന്നെ ദൂരീകരിച്ചുകൊണ്ടുള്ള ഒരു നീക്കത്തിലേക്കായിരിക്കും സർക്കാർ പോവുക. എന്തായാലും PSCയുടെ വിശ്വാസ്യത തിരിച്ചുപിടിക്കുക എന്നതായിരിക്കും സർക്കാരിന് മുമ്പിലുള്ള ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി എന്നുള്ളത്. അത് ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലൂടെ കണ്ടെത്തുകയും അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അറിയിച്ചിട്ടുണ്ട്. കാർത്തു ശരി, വ്യക്തമാണ്. അപർണയാണ് വിവരങ്ങൾ നൽകിയത്.